മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും 12 അപ്പസ്തോലന്മാരുടെ കൈകളിലേക്ക് ഞാൻ കൈമാറുകയാണ്. അവരിലൂടെ ധാരാളം അനുഗ്രഹം കിട്ടും കേട്ടോ. ധാരാളം കുടുംബങ്ങളും വിദ്യാർത്ഥികളും വിവിധ തുറയിൽപ്പെട്ടവരും ഈ പ്രയർ ലൈനിൽ പങ്കെടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ നന്മ, വിജയം, സന്തോഷം മറ്റുള്ളവർക്കും കിട്ടണം. ഇത് കാണിച്ചു തരുന്നത് ഗുണമേന്മയുള്ള ജീവിതങ്ങൾക്കാണ്. പരീക്ഷകൾ അടുത്തു വരികയാണ്, പ്രതിസന്ധികൾ കുന്നുകൂടുകയാണ്. നിന്റെ പ്രിയപ്പെട്ടവർക്ക് കുറച്ചു പേർക്കും ഈ ലിങ്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുമോ? അവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കുമോ? അപ്പോൾ ദൈവം നമ്മിൽ കൂടുതൽ സംപ്രീതനായിത്തീരും. ഇതാ കർത്താവിന്റെ വചനം തരുന്നു. ഏശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 19-ാം വാക്യം. ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ വിജന ദേശത്ത് പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, മലിനമല്ലാത്ത ഹൃദയത്തിൽ നിന്നാണ് പുതിയ കാര്യങ്ങൾ ഉടലെടുക്കുന്നത്. മനുഷ്യ ജീവിതം സമ്പന്നമാകുന്നത് ദൈവ സാന്നിധ്യം നിറഞ്ഞ ഹൃദയം കൊണ്ടാണ്. അവിടെയാണ് പുതിയ കാര്യങ്ങൾ ഉടലെടുക്കുന്നത്. ശരിയായ ചിന്തകൾ, ശരിയായ ജീവിത മൂല്യങ്ങൾ, അതുപോലെ തന്നെ കരുത്താർന്ന ജീവിത ആദർശങ്ങൾ, തെളിമയാർന്ന ജീവിത ദർശനങ്ങൾ, വിശാലമായ ജീവിത കാഴ്ചപ്പാടുകൾ, ദൈവപരിപാലനയിലുള്ള വിശ്വാസം, ഇതൊക്കെയാണ് പുതിയ കാര്യമെന്ന് പറയുന്നത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും ഉള്ളതിനെ നേരായ മാർഗത്തിൽ വളർത്താനും ശ്രമിക്കുക, അതാണ് പുതിയ കാര്യമെന്ന് പറയുന്നത്. ചുറ്റും കനത്ത ഇരുൾ പരക്കുമ്പോഴും സ്വന്തം ഹൃദയത്തിലെ അണയാത്ത പ്രകാശം കാത്തു സൂക്ഷിക്കുകയാണ് പുതിയ കാര്യമെന്ന് പറയുന്നത്. നന്മ കാണുവാനുള്ള മനസ്സ് പുതിയ കാര്യങ്ങൾ അവിടുന്ന് നമുക്ക് കാണിച്ചു തരും. വിജനമായ ദേശത്ത് പാതയൊരുക്കുകയും മരുഭൂമിയിൽ നദികൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് നമ്മോട് പറയുകയാണ്, ഇതാ ഞാൻ ഒരു പുതിയ കാര്യം നിങ്ങൾക്ക് ചെയ്തു തരുന്നു. പ്രശസ്തിക്കൊപ്പം പരിശുദ്ധി ഉണ്ടാകുമ്പോൾ പുതിയ കാര്യങ്ങൾ കർത്താവ് നോക്കി കാണിച്ചു തരും. മകളെ, ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കണം. ഇതുവരെയും പ്രയർ ലിങ്കിൽ വരാത്തവര്, എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ പങ്കുചേരണം. ഇതാ പരീക്ഷകളുടെ ഏറ്റവും അടുത്ത നിമിഷങ്ങളായി. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഇന്നത്തെ ഈ പ്രയർ ലൈൻ അനേകരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.